Today class is English. Welcome back to our English class. Okay. Do you remember the lesson 3? Do you remember the story? The fat cat? Okay. I will set the story. Okay. All are take your textbook and notebook. Take your textbook and page number 52. Are you ready? Okay, start the class. Unit 3, the fat cat. Emmy has 2 pets, the rat and the cat. The cat is brown and fat. The rat is white color and very thin. Okay, do you understand? എമി എന്ന് പറഞ്ഞ ഒരു കുട്ടിക്ക് 2 പെറ്റ്സുകൾ ഉണ്ടായിരുന്നു. ഒരു തടിയനായ ബ്രൗൺ കളറിലുള്ള ഒരു പൂച്ചയും പിന്നെ ഉള്ളത് ഒരു മെലിഞ്ഞൊട്ടിയ ഒരു വൈറ്റ് കളറിലുള്ള ഒരു എലിയുമായിരുന്നു. ഓക്കെ. The rat sit on the mat. The cat lays in the vat. Emmy goes to the market. ഒരു ദിവസം എമി എന്ന് പറഞ്ഞ പെൺകുട്ടി മാർക്കറ്റിലേക്ക് പോയ സമയത്ത് പൂച്ച എവിടെയാണ് കിടക്കുന്നത്? പൂച്ച ഒരു വലിയ ഒരു പാത്രത്തിലാണ് പൂച്ച കിടക്കാറുള്ളത്. അവിടെ തന്നെ പൂച്ച കിടക്കുന്നുണ്ട്. റാറ്റ് ആണെങ്കിൽ പൂച്ച കിടക്കുന്നതിന്റെ നേരെ താഴെ കുറച്ച് വിട്ടിട്ട് ഒരു മാറ്റിലാണ് എലി കിടക്കാറുള്ളത്. അങ്ങനെ എമി മാർക്കറ്റിൽ പോയപ്പോൾ പൂച്ചയുടെ പാത്രത്തിലും എലിയുടെ മാറ്റിലും കിടക്കുന്നുണ്ട്. ഓക്കെ. Then next page. The fat cat jumped onto the mat. The rat moves back. Go away, catty, says the rat. എമി പോയ ശേഷം പൂച്ച എന്ത് ചെയ്തു? പൂച്ച കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒറ്റച്ചാട്ടം. എങ്ങോട്ട്? റാറ്റ് വിരിച്ചു കിടക്കുന്ന റാറ്റിന്റെ മാറ്റിലേക്ക് ഒരു ഒറ്റച്ചാട്ടം. അപ്പോ റാറ്റ് പെട്ടെന്ന് പേടിച്ചിട്ട് റാറ്റ് അങ്ങോട്ട് മാറി നിന്നു. എന്നിട്ട് റാറ്റ് പറഞ്ഞു, ഗോ എവേ കാറ്റി, നീ അങ്ങോട്ട് പോ, നിന്റെ സ്ഥലത്തേക്ക് പോ, നീ മാറി നിൽക്ക് എന്ന് റാറ്റ് കാറ്റിനോട് പറഞ്ഞു. ഓക്കെ. ദെൻ നെക്സ്റ്റ് പേജ്. ഇറ്റ് ഈസ് മൈ മാറ്റ്, ദ റാറ്റ് സേസ്. സോ വാട്ട്? ആസ്ക് ദ കാറ്റ്. ഗെറ്റ് ഓഫ്, സേസ് ദ റാറ്റ്. നോ, ഐ വോണ്ട്, സേസ് ദ ഫാറ്റ് കാറ്റ്. I will get my bat, the rat says. റാറ്റ് പറഞ്ഞു, നീ അങ്ങോട്ട് മാറി നിൽക്ക്, ഇത് എന്റെ മാറ്റാണ് എന്ന് പറഞ്ഞു. അപ്പോ പൂച്ച എന്ത് പറഞ്ഞു? നോ, ഞാൻ ഇവിടുന്ന് മാറി നിൽക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ എലിക്ക് സങ്കടമായി. എലി പറഞ്ഞു, എന്റെ ഫ്രണ്ടായ ബാറ്റിനോട് ഞാൻ പറയട്ടെ, ബാറ്റിനെ ഞാൻ വിളിച്ചു കൊണ്ടുവരാൻ പോവാണ് എന്ന് പറഞ്ഞു. ഓക്കെ. Then next page number 56. This is the rat mat, says the bat. So what? Ask the fat cat. Get off, says the bat. No, I won't, says the fat cat. Then I will go and get my hat, says the bat. The rat and the bat go out to get the hat. അപ്പോ റാറ്റ് എന്ത് ചെയ്തു? റാറ്റിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ബാറ്റിനെ കൊണ്ടുവന്നു. ബാറ്റ് പറഞ്ഞു, നീ അങ്ങോട്ട് മാറിക്കൊടുക്ക, ഇത് റാറ്റിന്റെ മാറ്റ് അല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ പൂച്ച പറഞ്ഞു, ഇല്ല, ഞാൻ ഒരിക്കലും ഇവിടുന്ന് മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ അവര് പറഞ്ഞു, എന്നാല് ഞങ്ങളുടെ മറ്റൊരു ഫ്രണ്ടായ ഹാറ്റിനെ ഞങ്ങൾ വിളിച്ചു കൊണ്ടുവരാൻ പോവാണ് എന്ന് പറഞ്ഞു. ഓക്കെ. The next page number 57. This is rat mat, says the hat. So what? The fat cat asked. Get off, says the hat. No, rat, bat or hat can move off the mat. I will lay on the mat, the cat says. Let's see, says the hat, the bat and rat. അപ്പോ അവരുടെ ബാറ്റ് പറഞ്ഞിട്ടും ആര് കേൾക്കുന്നില്ല? റാറ്റ് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, ബാറ്റ് പറഞ്ഞിട്ടും പൂച്ച കേൾക്കുന്നില്ല. അപ്പൊ അവരുടെ മറ്റൊരു ഫ്രണ്ടാണ് ഹാറ്റ്. ഹാറ്റ് എന്ന് പറഞ്ഞാൽ തൊപ്പി. അപ്പോ പിന്നീട് അവർ 3 പേരും കൂടെ വന്നു. ഹാറ്റും ബാറ്റും
റാറ്റും കൂടെ വന്നിട്ട് പറഞ്ഞു, ഇത് എന്റെ റാറ്റിന്റെ മാറ്റല്ലേ, നീ എന്തിനാണ് ഇവിടെ കിടക്കുന്നത്, നീ ഒന്ന് അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറഞ്ഞു. അപ്പൊ പൂച്ച പറഞ്ഞു, ഞാൻ ഒരിക്കലും ഇവിടുന്ന് മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ അവര് പറഞ്ഞു, എന്നാല് ലെറ്റ് സി, നീ നമുക്ക് കാണാലോ, സേസ് ദ ഹാറ്റ്. ബാറ്റും റാറ്റൊക്കെ പറഞ്ഞു, ലെറ്റ് സി, നമുക്ക് കാണാം ആരാണ് ഇവിടെ നിന്ന് മാറുന്നത് എന്ന് നമുക്ക് കാണാലോ എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ പേജ് നമ്പർ 58. The rat, the bat and the hat come back. They come back with a dish. What is the dish? What is the dish? The cat wonders. ഓക്കെ, റാറ്റും ബാറ്റും ഹാറ്റും കൂടെ ആലോചിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയവർക്ക് എങ്ങനെ ഫാറ്റ് ക്യാറ്റിനെ റാറ്റിന്റെ മാറ്റിൽ നിന്ന് എങ്ങനെ മാറ്റാം എന്ന് ആലോചിച്ചപ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടി. അവർ വലിയൊരു പാത്രം കൊണ്ടുവന്നു, അടപ്പൊക്കെ ഉള്ള ഒരു പാത്രം കൊണ്ടുവന്നിട്ട് പൂച്ചയുടെ മുമ്പിൽ ഇങ്ങനെ നിന്നു. അപ്പൊ പൂച്ച വിചാരിച്ചു, എന്താണ് ആ ഡിഷിൽ ഉണ്ടാവുക? വാട്ട് ഈസ് ദ ഡിഷ്? എന്തായിരിക്കും ആ ഡിഷ്? ദ ക്യാറ്റ് വണ്ടേഴ്സ്. ക്യാറ്റ് ഇങ്ങനെ അത്ഭുതപ്പെട്ടു, എന്തായിരിക്കും ആ പാത്രത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുക എന്നിങ്ങനെ പൂച്ച അതിശയിച്ചു. ഓക്കെ, ദെൻ നെക്സ്റ്റ് പേജ് നമ്പർ 59. The smell of fish. What shall I do? Shall I go and take the fish? Shall I stay here? I must get the fish. Think the cat. അപ്പോ ഹാറ്റും റാറ്റും ക്യാറ്റും ഹാറ്റും ബാറ്റും നമ്മുടെ ക്യാപ്പൊക്കെ കൂടെ പൂച്ച കിടക്കുന്ന മാറ്റിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. എന്തുകൊണ്ടെന്ന് വെച്ചു? ഈ ഡിഷ്, വലിയൊരു ഡിഷ് കൊണ്ടുവന്ന് വെച്ചു. ആ ഡിഷിനൊരു അടപ്പുണ്ടായിരുന്നു. അപ്പൊ എന്നിട്ട് അവരെല്ലാരും അങ്ങോട്ട് മാറി നിന്നു. എന്നിട്ട് അവരിങ്ങനെ മാറി നിന്നിട്ട് വാതിന്റെ ഇടയിൽ കൂടെ അവരിങ്ങനെ നോക്കുകയാണ്. പൂച്ച ഇത് കഴിക്കുന്നുണ്ടോ, പൂച്ച അത് വിൽക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. അപ്പൊ പൂച്ച എന്ത് ചെയ്തു? ദ സ്മെൽ ഓഫ് ഫിഷ്. ഇത് ഈ പാത്രത്തിന്റെ ഇടയിൽ കൂടി ഒരു സ്മെല്ല് വരുന്നുണ്ട്, അതൊരു ഫിഷ് ആണെന്ന് തോന്നുന്നു. വാട്ട് ഷാൾ ഐ ഡു? ഞാനിപ്പോ എന്ത് ചെയ്യും? ഷാൾ ഐ ഗോ ആൻഡ് ടേക്ക് ദ ഫിഷ്? ഞാൻ അങ്ങോട്ട് പോയി ആ ഫിഷ് എടുത്താലോ? ഷാൾ ഐ സ്റ്റേ ഹിയർ? അതോ ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ നിന്നാലോ? ഫിഷ് എടുക്കണ്ടേ? ഐ മസ്റ്റ് ഗെറ്റ് ദ ഫിഷ്. എന്തായാലും എനിക്ക് മീൻ വേണം. തിങ്ക് ദ ക്യാറ്റ്. ക്യാറ്റ് ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ആ ഡിഷ് എടുക്കണോ അതോ ഞാൻ ഇവിടെ തന്നെ ഇരുന്നാൽ മതിയോ? പക്ഷെ എനിക്ക് എന്തായാലും മീൻ വേണം. പൂച്ചക്ക് ഇഷ്ടപ്പെട്ടതാണല്ലേ മീന്. മീന് പൂച്ചക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പൊ പൂച്ചക്ക് ആ സ്മെല്ല് ഇങ്ങനെ വന്നപ്പോ പൂച്ചക്ക് സഹിക്കാൻ പറ്റില്ല, അവിടെ കിടക്കാൻ പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും ആ മീൻ ഞാൻ എടുത്താലോ എന്ന് പൂച്ച ഇങ്ങനെ തിങ്ക് ചെയ്തു. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമുക്ക് പേജ് നമ്പർ 16 നോക്കാം. Are you ready? Okay, very good. I will read. Amy comes into the room. She opened the dish. A fat fish, says the fat cat. The fat cat jumps out of the mat. My mat, I will get it back, says the rat. The rat jumps onto the mat. Amy takes the fish out of the dish. Okay, once again I will read it. Amy comes into the room. Amy comes into the room. She opened the dish. A fat fish, says the fat cat. അപ്പോൾ എന്താ പറയുന്നത്? Amy comes into the room. എമി പുറത്തു പോയിക്കായിരുന്നു അല്ലേ? എമി മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പുറത്തു പോയതായിരുന്നു. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞപ്പോ എമി വരികയാണ്. എമി കംസ് ഇൻ ടു ദ റൂം. എമി റൂമിലേക്ക് വരികയാണ്, റൂമിന്റെ അകത്തേക്ക്. ഇൻ ടു ദ റൂം, റൂമിന്റെ അകത്തേക്ക് വന്നു. ഷീ ഓപ്പൺ ദ ഡിഷ്. അപ്പൊ എമി വിചാരിച്ചു, ഞാൻ പോകുമ്പോ ഈ ഡിഷ് ഉണ്ടായിരുന്നില്ലല്ലോ, എന്താണ് ഈ ഡിഷിൽ, ആരാണ് ഈ ഡിഷ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്ന് വിചാരിച്ചിട്ട് എമി കംസ് ഇൻ ടു ദ റൂം. എമി റൂമിന്റെ ഉള്ളിലേക്ക് വന്നു. പൂച്ച കിടക്കുന്ന റൂമിന്റെ ഉള്ളിലേക്കാണ് എമി വന്നത്. ഈ ഡിഷ് എന്താന്ന് നോക്കാൻ വേണ്ടിയിട്ട് എമി ഷീ ഓപ്പൺ ടു ദ ഡിഷ്. ഷീ ഓപ്പൺ ടു ദ ഡിഷ്. ആ ഡിഷിന്റെ മൂടി, അതായത് അടപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തു, ഒന്ന് തുറന്നു നോക്കി. എ ഫാറ്റ് ഫിഷ്. ഒരു തടിയനായിട്ടുള്ള ഫിഷ് ആണല്ലോ. സേസ് ദ ഫാറ്റ് ക്യാറ്റ്. അപ്പൊ എന്താണ്? ക്യാറ്റ് എല്ലാം മാറ്റിൽ കിടന്നിട്ട് ഇങ്ങനെ കാണുകയാണ് അല്ലേ? അപ്പൊ എമി ആ ഡിഷിന്റെ അടപ്പ് തുറന്നു നോക്കിയപ്പോ അതിലെന്താണ്? എമി ഇങ്ങനെ പുറത്തെടുത്തു. ഒരു വലിയ ഫിഷ് ആണല്ലോ.
എന്ന് എമി ഇങ്ങനെ നോക്കി. അപ്പോഴേക്കും ഫാറ്റ് ക്യാറ്റ് പറഞ്ഞു, എ ഫാറ്റ് ഫിഷ്. ഇതൊരു തടിയനായ മീനാണല്ലോ. ദ ഫാറ്റ് ക്യാറ്റ് ജംപ്സ് ഔട്ട് ഓഫ് ദി മാറ്റ്. അപ്പൊ പൂച്ചക്ക് കൊതി വന്നു അല്ലേ, ഈ ഫാറ്റ് ആയിട്ടുള്ള ഫിഷിനെ കണ്ടപ്പോ ഈ ഫാറ്റ് ക്യാറ്റിന് കൊതി വന്നു. ഈ ഫാറ്റ് ക്യാറ്റ് ആ മീനിന്റെ അടുത്തേക്ക് ഒരു ഒറ്റ ചാട്ടം. The mat, I will get it back, says the rat. അപ്പൊ എന്താണ്, മാറ്റും റാറ്റും ഹാറ്റും കൂടെ അതിന്റെ പിന്നിൽ ഇരുന്നിട്ട് നോക്കുന്നുണ്ട് അല്ലേ, ഈ മാറ്റ് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഒരു വലിയൊരു പാത്രത്തിൽ മീൻ കൊണ്ടുവന്ന് വെച്ചത് അല്ലേ. അപ്പൊ ഈ മീൻ എമി തുറന്നു നോക്കിയപ്പോ ഈ മീൻ കൊതിയനായ ഫാറ്റ് ഫിഷ് മീനിന്റെ അടുത്തേക്ക് ചാടി. അപ്പൊ അവരെല്ലാരും കൂടെ അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ എലി എന്ത് ചെയ്തു, നമ്മുടെ റാറ്റ് എന്ത് ചെയ്തു, മൈ മാറ്റ്, അതാ എന്റെ മാറ്റ്, എന്റെ പായി അതാ, ഐ വിൽ ഗെറ്റ് ഇറ്റ് ബാക്ക്, എനിക്ക് തിരിച്ചു കിട്ടി, ഐ വിൽ ഗെറ്റ് ഇറ്റ് ദ ബാക്ക് സേസ് ദ റാറ്റ്. റാറ്റ് പറഞ്ഞു, എന്റെ പായി അതാ, എനിക്ക് തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞിട്ട് റാറ്റ് എന്ത് ചെയ്തു, മാറ്റിലേട്ട് ഒരൊറ്റ ചാട്ടം, ജമ്പ് ഓൺ ദി മാറ്റ്. ദ റാറ്റ് ജംപ്സ് ഓൺ ടു ദ മാറ്റ്. എമി ടേക്ക് ദ ഫിഷ് ഔട്ട് ഓഫ് ദി ഡിഷ്. അപ്പൊ എമി എന്ത് ചെയ്തു, ഈ മീനൊക്കെ നോക്കിയിട്ട് എമി ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ടു. ഓക്കെ, വൺസ് അഗൈൻ എമി കംസ് ഇൻ ടു ദ റൂം. ഷീ ഓപ്പൺ ദ ഡിഷ്. എ ഫാറ്റ് ഫിഷ് സേസ് ദ ഫാറ്റ് ക്യാറ്റ്. ദ ഫാറ്റ് ക്യാറ്റ് ജംപ്സ് ഔട്ട് ഓഫ് ദി മാറ്റ്. മൈ മാറ്റ്, ഐ വിൽ ഗെറ്റ് ഇറ്റ് ബാക്ക് സേസ് ദ റാറ്റ്. The rat jumps onto the mat. Emmy takes the fish out of the dish. Okay. എമി റൂമിന്റെ ഉള്ളിലേക്ക് വന്നു. ഷീ ഓപ്പൺ ദ ഡിഷ്. അപ്പോൾ ഡിഷ് ഓപ്പൺ ചെയ്തു. ഫാറ്റ് ഫിഷ് ആണല്ലോ എമി പറഞ്ഞു. ആ സമയം ഈ മീനിനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഫാറ്റ് ക്യാറ്റ് ആ ഫാറ്റ് ഫിഷിന്റെ അടുത്തേക്ക് ചാടി. ആ സമയം നമ്മുടെ റാറ്റ് എന്ത് ചെയ്തു, മൈ മാറ്റ്, ഐ വിൽ ഗെറ്റ് ബാക്ക് മൈ മാറ്റ് എന്ന് പറഞ്ഞു. എനിക്ക് എന്റെ മാറ്റ് തിരിച്ചു കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് റാറ്റ് ഒരൊറ്റ ചാട്ടം എങ്ങോട്ട്, ഓൺ ദി മാറ്റ്. എമി ടേക്സ് ദ ഫിഷ് ഔട്ട് ഓഫ് ദി ഡിഷ്. അപ്പൊ എമി റാറ്റ് അങ്ങോട്ട് ചാടിയ സമയത്ത് എമി നോക്കിയിട്ട് ആ ഡിഷിലേക്ക്, ആ പാത്രത്തിലേക്ക് എമി ആ ഫാറ്റ് ആയിട്ടുള്ള ഫിഷിനെ തിരിച്ചു വെച്ചു. ഓക്കെ, ദെൻ പേജ് നമ്പർ 61. The fat cat is sad. The fat cat is sad. Friends, look, this is for you. A fat fish. Eat this fat fish, says the white rat. The fat cat turned his face away. Okay, once again, the fat cat is sad. അപ്പോ റാറ്റ് അല്ലെ, റാറ്റിന് പായ തിരിച്ചു കിട്ടി. അപ്പോ പിന്നീടാണ് ആ ക്യാറ്റിന് മനസ്സിലായത്, അയ്യോ അവരെന്നെ പറ്റിച്ചതായിരുന്നു. അവരുടെ മാറ്റ് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെന്റെ മുമ്പിൽ ഒരു വലിയ ഫിഷിനെ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. എമി ആ ഫിഷിനെ എടുത്തു വെക്കുകയും ചെയ്തു. അയ്യോ ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും, അവരെന്നെ പറ്റിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെട്ടിട്ട് ഫാറ്റ് ക്യാറ്റ് അവിടെ അവന്റെ ആ പാത്രത്തിൽ ഇങ്ങനെ കിടന്നു. ദ ഫാറ്റ് ക്യാറ്റ് ഈസ് സാഡ്. ഫാറ്റ് ക്യാറ്റ് ഭയങ്കര സങ്കടപ്പെട്ടു. ഫ്രണ്ട്സ്, ലുക്ക് ദിസ് ഫോർ യു. അപ്പൊ അവരെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്നു അല്ലേ. ആരൊക്കെയാണ് ഫ്രണ്ട്സ്? ബാറ്റ്, ഹാറ്റ് ആൻഡ് ദി റാറ്റ്. അവരെല്ലാരും കൂടെ വന്നിട്ട് പറഞ്ഞു, ഫ്രണ്ട്, ചങ്ങാതി, ലുക്ക്, നീ നോക്ക് ഇവിടെ, ദിസ് ഫോർ യു, ഇത് ഞങ്ങൾ നിനക്ക് വേണ്ടി കൊണ്ടുവന്ന് വെച്ചതാണ്. ദ ഫാറ്റ് ഫിഷ്, ഈ ഫാറ്റ് ഫിഷിനെ നിനക്ക് ഞങ്ങൾ തരാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവച്ചതാണ്. ഈറ്റ് ദിസ് ഫാറ്റ് ഫിഷ്, നീ ഈ ഫാറ്റ് ഫിഷിനെ തിന്നോളൂ എന്ന് പറഞ്ഞു. സേസ് ദ വൈറ്റ് റാറ്റ്. റാറ്റ് പറഞ്ഞു, നിനക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചതാണ്, ഇത് നീ തന്നെ തിന്നോളൂ. ദ ഫാറ്റ് ക്യാറ്റ് ടേൺ ഹിസ് ഫേസ് അവേ. അപ്പൊ ഫാറ്റ് ക്യാറ്റിന് ദേഷ്യം പിടിച്ചു അല്ലേ. അപ്പൊ ഫാറ്റ് ക്യാറ്റ് എന്ത് ചെയ്തു, ദ ഫാറ്റ് ക്യാറ്റ് ടേൺ ഹിസ് ഫേസ്. ദ ഫാറ്റ് ക്യാറ്റ് ടേൺ ഹിസ് ഫേസ്, മുഖം അങ്ങോട്ട് അപ്പുറത്തേക്ക് ഇങ്ങനെ തിരിച്ചു വെച്ചു. ദേഷ്യം പിടിച്ചാലല്ലേ ഫാറ്റ് ക്യാറ്റിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അപ്പൊ ആ ദേഷ്യം വന്ന സമയത്ത് ഫാറ്റ് ക്യാറ്റ് എന്ത് ചെയ്തു, ഫേസ് ഫേസ് അവേ. അപ്പൊ ടേൺ ഹിസ് ഫേസ് അവേ, അപ്പുറത്തെ ഭാഗത്തേക്ക് മുഖം ഇങ്ങനെ തിരിച്ചു പിടിച്ചു. എന്നിട്ട് അങ്ങനെ മിണ്ടാണ്ട പോലെ ഇങ്ങനെ നിന്നു. ഓക്കെ, ദ ഫാറ്റ് ക്യാറ്റ് ഈസ് സാഡ്. ഫ്രണ്ട്സ്, ലുക്ക് ദിസ് ഫോർ യു. The fat fish, eat this fat fish, says the white rat. The fat cat turned his face away. Then page number 62 and last page. Okay, don't worry, you can sit on the mat tomorrow. Then the rat can sit in your vat, says Emmy. The cat agreed to it.
They eat the fat fish. The cat is very happy. The white rat get his mat back. The bat and the hat also sit on the mat. They are happy too. Amy pets the fat cat. Okay? Don't worry. You can sit on the mat tomorrow. Don't worry, ഒരു പ്രശ്നവുമില്ല. You can sit on the mat tomorrow. നീ റാറ്റിന്റെ മാറ്റിൽ നാളെ ഇരുന്നോളൂ, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? എമി പറഞ്ഞു. എമി പറഞ്ഞു കാറ്റിനോട് പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, നാളെ നീ റാറ്റിന്റെ മാറ്റിൽ ഇരുന്നോളൂ. ഡോണ്ട് വെറി, ഒരു പ്രശ്നവുമില്ല. യു ക്യാൻ സിറ്റ് ഓൺ ദി മാറ്റ് ടുമോറോ. നാളെ നീ നിന്റെ റാറ്റിന്റെ മാറ്റിൽ ഇരുന്നോളൂ. ദെൻ ദ റാറ്റ് ക്യാൻ സിറ്റ് ഓൺ യുവർ വാറ്റ്. അപ്പോൾ നീ റാറ്റിന്റെ മാറ്റിൽ ഇരിക്കുമ്പോൾ റാറ്റ് എന്ത് ചെയ്യും? നിന്റെ പാത്രത്തിലേക്ക് ഇരുന്നോളൂ. സേസ് എമി. എമി പറഞ്ഞു. ദ ക്യാറ്റ് അഗ്രി ടു ഈറ്റ്. അപ്പോൾ ക്യാറ്റിന് സമ്മതമായി. ഈറ്റ്സ് ദ ഫാറ്റ് ഫിഷ്. അപ്പോൾ എല്ലാം സമ്മതിച്ചപ്പോൾ എല്ലാം റെഡി ആയപ്പോൾ, അതായത് പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസ് ആയപ്പോൾ ഫാറ്റ് ക്യാറ്റ് മീനിനെ തിന്നാൻ എമി പറഞ്ഞു, നിന്റെ ഫാറ്റ് ഫിഷിനെ നീ തന്നെ തിന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ക്യാറ്റ് സമ്മതിച്ചു. ക്യാറ്റ് ഇങ്ങനെ ഫാറ്റ് ഫിഷിനെ തിന്നാൻ തുടങ്ങി. The cat is happy. Cat is very happy. The white rat get his mat back. എനിക്ക് അവന്റെ മാറ്റ് തിരിച്ചു കിട്ടി. The bat and the rat also sit on the mat. അപ്പൊ എന്താണ്? എലിയുടെ ഫ്രണ്ട്സ് ആയ ബാറ്റും റാറ്റും എല്ലാം എന്ത് ചെയ്തു? എലിയുടെ മാറ്റിൽ തന്നെ ഇരുന്നു. They were happy too. എല്ലാവർക്കും ഹാപ്പി ആയി. എമി pats the fat cat. എമി pat the fat cat. Pats, what is the meaning of the pats? P-A-T-S, pats. പാറ്റ്സ് എന്ന് പറഞ്ഞാൽ തല കൊടുക്കും അല്ലേ? നമ്മൾ ഇഷ്ടം കൊണ്ട് നമ്മൾ ചെറിയ കുട്ടികളെ തല അല്ലെങ്കിൽ പെറ്റ്സ് ആനിമൽസിനെയൊക്കെ നമ്മൾ പാറ്റ് ചെയ്യും. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ തടവി കൊടുക്കും. അതിനാണ് പാറ്റ്സ് എന്ന് പറയാം. P-A-T-S, പാറ്റ്സ്. ഓക്കെ. എമി ഇഷ്ടം കൊണ്ട് ഫാറ്റ് ക്യാറ്റിനെ ഇങ്ങനെ തടവി കൊടുത്തു, തലയിൽ ഇങ്ങനെ തടവി കൊടുത്തു. ഓക്കെ. അപ്പോൾ എല്ലാവരും ഹാപ്പിയായി. ഫാറ്റ് ക്യാറ്റും ഹാപ്പിയായി, റാറ്റും ബാറ്റും ഹാറ്റും ഹാപ്പിയായി, എമിയും ഹാപ്പിയായി. ഓക്കെ. അങ്ങനെ സ്റ്റോറീസ് കൺക്ലൂഡ്. അപ്പോൾ സ്റ്റോറി തീർന്നു. ഓക്കെ. അപ്പം നല്ല രസമുള്ള ഒരു സ്റ്റോറി ആയിരുന്നു അല്ലേ? നമുക്ക് ഇന്നെടുത്ത ഭാഗങ്ങൾ ഒന്നും കൂടെ റീഡ് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കി ഈ ഫിംഗർ വെച്ചിട്ട് മാം വായിക്കുന്ന ഭാഗത്ത് കൂടെ ഇങ്ങനെ ഫിംഗർ വെച്ചിട്ട് പോകണം. ഓക്കെ. പേജ് നമ്പർ 60. Amy comes into the room. Amy comes into the room. She opens the dish. The fat fish, says the fat cat. The fat cat jumps out of the mat. My mat, I will get it back, says the rat. The rat jumps onto the mat. Amy takes the fish out of the dish. Okay. The next page. The fat cat is sad. The fat cat is sad. Friends, look this for you. A fat fish. Eat this fat fish, says the white rat. The fat cat turned his face away. Then last page, page number 62. Don't worry, you can sit on the mat tomorrow. Then the rat can sit in your vat, says Amy. The cat agrees to eat. He eats the fat fish. The cat is happy. The white rat gets his mat back. The bat and the hat also sit on the mat. They were happy too. Amy pats the fat cat. Okay. So, നമ്മുടെ ഫാറ്റ് ക്യാറ്റിൻ്റെയും വൈറ്റ് തിൻ റാറ്റിൻ്റെയും സ്റ്റോറി ഇവിടെ തീർന്നിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇതൊരു പെറ്റ് ആനിമൽസിൻ്റെ സ്റ്റോറി ആയിരുന്നു അല്ലേ? എമി എന്ന് പറഞ്ഞ ഒരു ഗേളും പിന്നെ 2 പെറ്റ് ആനിമൽസും കൂടെ ഉള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ സ്റ്റോറി ആയിരുന്നു അല്ലേ? നല്ല ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയിരുന്നു അല്ലേ? അപ്പം എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടമായില്ലേ? ഓക്കെ. നമുക്ക് എന്നാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടുഡേ ക്ലാസ് ഈസ് ഓവർ. സി യു നെക്സ്റ്റ് ടൈം. ബൈ. അസ്സലാമു അലൈക്കും.